ദുര്യോധനൻ എപ്പോഴും ഭീമസേനനെ ശത്രുഭാവത്തിലാണ് കണ്ടിരുന്നത്. പ്രമാണക്കോടി എന്ന സ്ഥലത്ത് ജലകേളികൾക്കായി ദുര്യോധനൻ പണിത മാളികയിൽ അദ്ദേഹത്തിന്റെ ക്ഷണം മാനിച്ച് പാണ്ഡവരും കളിക്കാനെത്തി. എല്ലാവരും ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദുര്യോധനന്റെ ആജ്ഞപ്രകാരം പാചകക്കാർ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നതിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് അവർ ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നു. ഭീമന് നൽകിയ ഭക്ഷണത്തിൽ ദുര്യോധനൻ വിഷം കലർത്തിയതറിയാതെ നല്ലൊരു പങ്കാഹാരം ഭീമസേനനും കഴിച്ചു. കളികളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാൻ എല്ലാവരും പോയപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണം അനുഭവപ്പെട്ട ഭീമൻ നദിയുടെ കരയിൽ തന്നെ കിടന്ന് മയങ്ങിപ്പോയി. ആരുമില്ലാത്ത സമയത്ത് ദുര്യോധനൻ ഭീമസേനന്റെ ബന്ധനസ്ഥനാക്കി നദിയിലേക്ക് തള്ളി. ബോധരഹിതനായ ഭീമസേനൻ നദിയുടെ ആഴങ്ങളും കടന്ന് നാഗലോകം എത്തി. ഭീമാകാരനായ മനുഷ്യനെ നാഗങ്ങൾ കൊത്തിയപ്പോൾ തന്റെ ശരീരത്തിൽ നിലവിലുണ്ടായിരുന്ന വിഷാംശത്തിൽ നിന്ന് ഭീമസേനൻ രക്ഷപ്പെടുകയും കൊല്ലാനൊരുങ്ങിയ നാഗങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഭയന്ന് വാസുകിയുടെ അടുത്തെത്തി. വൃദ്ധനായ ആര്യകൻ എന്ന നാഗത്തിനെയും കുട്ടി വാസുകി ഭീമസേനന്റെ പക്കലെത്തി. കുന്തിദേവിയുടെ മുതുമുത്തച്ഛനാണ് ആര്യകൻ. അദ്ദേഹം ഭീമസേനനെ കണ്ട് വാരിപ്പുണരുകയും ആര്യകന്റെ അഭ്യർത്ഥന പ്രകാരം ഭീമസേനന് നാഗാമൃതം നൽകാൻ വാസുകി തീരുമാനിക്കുകയും ചെയ്തു. യാതൊരു വിഷബാധയും ഏൽക്കാതെ ഇരിക്കുകയും ഒരു പാത്രം നാഗാമൃതം കുടിച്ചാൽ 1000 ആനകളെ ശക്തി ലഭിക്കുകയും ചെയ്യുമത്രേ. 8 പാത്രം നാഗാമൃതം കുടിച്ച ഭീമസേനന് ഉറക്കം വരികയും 8 ദിവസം നാഗലോകത്ത് തന്നെ കിടന്ന് മയങ്ങിയതിനു ശേഷം അദ്ദേഹം ഹസ്തിനാപുരിയിൽ മാതാവിന്റെയും സഹോദരങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു.